വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരി. മനുഷ്യജന്മം വളരെ ഉത്കൃഷ്ടമാണ്. ഭൂമിയിൽ അനേകം ജീവികൾ ഉണ്ട്. അവയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ജന്മം ലഭിച്ചവരാണ് മനുഷ്യർ. സ്വന്തം ജന്മത്തിൻ്റെ മഹത്വം ജീവിതത്തിൽ എത്ര നേരത്തെ തിരിച്ചറിയുന്നുവോ അത്രയും നല്ലത്. ഈ തിരിച്ചറിവ് നേടിയാൽ പിന്നീട് വേണ്ടത് ശരിയായ ലക്ഷ്യബോധമാണ്. മഹത്തായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അനന്തമായ ശക്തികൾ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഉണ്ട്. ഒരു കുട്ടിയെ സംബന്ധിച്ച് അവനിലുള്ള ഇത്തരം ശക്തിവിശേഷങ്ങളെ കണ്ടെത്തുന്നത് മാതാപിതാക്കളോ അധ്യാപകരോ മഹാത്മാക്കളോ ആകാം. ശിഷ്യൻ്റെ ഹൃദയത്തിൽ ഈ ശക്തിവിശേഷത്തെ കണ്ടെത്തുന്നവനാണ് ഗുരു. സത്യധർമ്മങ്ങളുടെ പാതയാണ് ഗുരുവിൽ നിന്ന് ലഭിക്കുന്നത്. കൃത്യമായ ലക്ഷ്യബോധത്തോടെ ഈ ജീവിതമാർഗത്തിൽ മുന്നേറുന്നവൻ സുഖദുഃഖങ്ങളെ തീരെ കണക്കാക്കുന്നില്ല. ലാഭനഷ്ടങ്ങൾ, സുഖദുഃഖങ്ങൾ, ജയപരാജയങ്ങൾ എന്നിങ്ങനെയുള്ള ദ്വന്ദ്വങ്ങളെ ഒരുപോലെ കാണുവാനുള്ള ഒരു വലിയ മനസ്സ് ആ വ്യക്തിക്ക് സ്വായത്തമായിരിക്കും. ലോകത്തിൽ മഹത്തായ ലക്ഷ്യങ്ങൾ നേടിയെടുത്ത ഏതൊരു മനുഷ്യൻ്റെ ജീവചരിത്രം പരിശോധിച്ചാലും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അവിടെയെല്ലാം കാണാം. ഓരോ നിമിഷവും കുശലതയോടെ ഏകാഗ്രതയോടെ സ്വജീവിതത്തെ സഫലമാക്കിയവരാണ് അവർ. കുജിൽ പൃഥ്വീശയ്യ കുജിതപിച പര്യങ്കശയന കുജിൽ ശാകാഹാര കുജിതപിച ശാല്യോദനരുചി കുജിൽ കന്ധാധാരി കുജിതപിച ദിവ്യാംബരധരോ മനസ്വീ കാര്യാർത്ഥി ന ഗണയതി ദുഃഖം നജ സുഖം എന്ന് ഈ ജീവിത രീതിയെക്കുറിച്ച് മഹാരാജാവും മഹാകവിയുമായിരുന്ന ഭർതൃഹരി ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നു. ലക്ഷ്യബോധത്തോടെ ജീവിക്കുന്നവൻ ന ഗണയതി ദുഃഖം നജ സുഖം, അതായത് സുഖദുഃഖങ്ങളെ തീരെ കണക്കാക്കുന്നില്ല. കുജിൽ പൃഥ്വീശയ്യ, ചിലപ്പോൾ വെറും നിലത്ത് കിടക്കും. കുജിത് പര്യങ്കശയന, ചിലപ്പോൾ വളരെ നല്ല മെത്തയിൽ കിടക്കും. വെറും നിലത്ത് കിടക്കുന്നതോ മഞ്ചത്തിൽ കിടക്കുന്നതോ ഒന്നും അദ്ദേഹത്തിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. തൻ്റെ ജീവിത ലക്ഷ്യത്തിൽ മാത്രമായിരിക്കും മനസ്സ്. അതുപോലെ ചിലപ്പോൾ ശാകാഹാരമോ ശാല്യോദനമോ കിട്ടിയേക്കാം. ഇലകളോ കായ്കനികളോ കിട്ടിയാലും വിഭവങ്ങളോടുകൂടിയ സദ്യ ലഭിച്ചാലും ആ മനസ്സുക്ക് രണ്ടും ഒരുപോലെയാണെന്ന് ഭർതൃഹരി പറയുന്നു. കന്ധാധാരി എന്ന വാക്കിന് പഴയ മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്നവൻ എന്നാണ് അർത്ഥം. ദിവ്യാംബരധരഃ എന്ന് പറഞ്ഞാൽ ദിവ്യങ്ങളായ വസ്ത്രം ധരിക്കുന്നവൻ എന്നർത്ഥം. ഏതു തരത്തിലുള്ള വസ്ത്രം ധരിച്ചാലും ധീരനും കർമ്മകുശലനുമായ മനുഷ്യൻ സ്വജീവിതത്തിലെ സുഖദുഃഖങ്ങൾ ഗണിക്കാതെ ജീവിക്കും. പരീക്ഷയിൽ തോൽക്കുക, ധനനഷ്ടം വരിക, അപമാനിതനാവുക, വിചാരിച്ച കാര്യം നടക്കാതിരിക്കുക എന്നീ പ്രയാസങ്ങൾ ജീവിതത്തിൽ നേരിടുമ്പോൾ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക എന്നീ കാര്യങ്ങളിലേക്ക് പോകുന്ന നിരവധി പേരുടെ കഥകൾ നിത്യേനയെന്നോണം നമ്മൾ കേൾക്കുന്നുണ്ട്. ഇവയിൽ നിന്നെല്ലാം നമ്മുടെ സമൂഹത്തെയും പ്രത്യേകിച്ച് കുട്ടികളെയും രക്ഷിക്കുവാനുള്ള ഒരു നല്ല മാർഗമാണ് ഇത്തരം സുഭാഷിതങ്ങളുടെ പഠനവും മനനവും. സംസ്കൃത ഭാഷയിൽ 10,000-കണക്കിന് സുഭാഷിത രത്നങ്ങൾ ലഭ്യമാണ്. അവയിൽ കുറച്ചെണ്ണമെങ്കിലും പഠിക്കുന്നത് ഏതു മനുഷ്യനും ജീവിതത്തിൽ താങ്ങും തണലുമായിരിക്കും. നമുക്കിഷ്ടപ്പെട്ടതും സമൂഹ നന്മയ്ക്ക് ഉപകരിക്കുന്നതുമായ ഒരു ജീവിതം നാം തന്നെ കണ്ടെത്തി നമ്മുടെ ജീവിതം ഉത്കൃഷ്ടമാക്കേണ്ടത് ഓരോ മനുഷ്യൻ്റെയും കടമയാണ്. മഹാജനോ യേനഗത സപന്ഥ എന്ന് പറയാറുണ്ട്. മഹാത്മാക്കളുടെ ജീവചരിത്രങ്ങൾ വായിച്ച് അവർ നടന്ന സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വഴിയിൽ ധീരതയോടെ നടക്കുവാൻ ജഗദീശ്വരൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരി.